Praise you, Jesus. Hallelujah. ഹാലലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമുക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. 12 മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി ആമേൻ കൂടെ ഇരുന്നതോർത്ത് ഹാലലൂയ. അത്ഭുതകരമായി നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഹാലലൂയ. ഭാരം ദുഃഖമേറിയപ്പോൾ മനം നൊന്ന് കരഞ്ഞപ്പോൾ ഹാലലൂയ ചാരെ അടച്ച് മാർവോട് അടച്ച് നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഹാലലൂയ. ഇന്ന് പകൽ അത് അനുഭവിപ്പാൻ ഇടയായി തീർന്നവർ ആ കരകളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹാലലൂയ. ഹാലലൂയ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്ന കർത്താവേ. 12 മണിക്കൂറുകളിൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ. അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരുന്നപ്പോൾ അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറച്ച് അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ച് അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച് അവിടുന്ന് ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് രാത്രി അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരാൽ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കുടുംബമായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം. എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് എല്ലാവരെയും അവിടുങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ അംഗത്വമായിരിക്കുന്ന അതേ കൂട്ടായ്മയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കർത്താവെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും വിശേഷമായി ദിവസങ്ങളിൽ ആമേനെ കൂട്ടായ്മയിൽ കൈത്താങ്ങലാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെ അവരുടെ തലമുറകളെ അവരുടേതാകുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ഇരിക്കണം. രോഗികളായിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഉദകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ശുശ്രൂഷിപ്പാനടിനെ ശക്തീകരിക്കും. ആമേൻ. പാടുവാൻ കൃപ നൽകണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ശാന്ത തുറമുഖമടുത്തു എന്റെ കാനോടേറ്റമടുത്തു. ശാന്ത തുറമുഖമടുത്തു എന്റെ കാനോടേറ്റമടുത്തു. അധികമില്ല അധികമില്ല അധികമില്ല
ഒരുപക്ഷെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പലരും കൈവിട്ടേക്കാം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ജീവിതത്തിന് മുമ്പിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിലും പതറാതെ കണ്ട് തളരാതെ കണ്ട് ഒരു ഭക്തനെ ജയത്തോടെ നടത്തുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി. അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കളെ ആമേൻ നയിപ്പാൻ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിലും ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മകത്തെ കൊടുക്കണം. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്ന അനേകര് ഇന്ന് പകൽ ആമേൻ ആയിരുന്നപ്പോൾ ആമേൻ കണ്ണുനീരും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ നടുവിലും ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതകരമായി നടത്തിയെങ്കിൽ, ജയത്തോട് നടത്തിയെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിനെ മകത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുക്കുന്ന ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഇന്ന് പകലിലും അനേകര് ദൈവവചനവുമായി ലൈവിൽ കടന്നു വന്നു. ഈ സന്ധ്യയോട് അടുത്ത സമയം അനേകര് ദൈവവചനവുമായി ലൈവിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവരവർക്ക് ദൈവം പകർത്തു കൊടുത്തിരിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ കാലഘട്ടങ്ങളിൽ ദൈവനാമത്തിന്റെ വ്യാപ്തിക്കായി ദൈവം അനേകരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും വിശ്വസ്തനെന്ന് എണ്ണി ഈ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ ആക്കി വെച്ച സർവ കൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ആമേൻ നമുക്ക് വായിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നൽകിയിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ആമേൻ. ഒരു ചോദ്യം ആമേൻ ഇന്ന് രാത്രിയിൽ ചോദിക്കാതെ ആമേൻ വചനത്തിനകത്തൂടെ ആമേൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിത് സ്വർഗത്തിൽ കണ്ടെത്താൻ കഴിയില്ല. ആമേൻ. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഹല്ലേലൂയ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല,
സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. ഒരു പക്ഷേ ചോദിക്കാം, ഇതിനകത്തുനിന്ന് എന്താ ഇന്ന് രാത്രി സന്തോഷിക്കുവാൻ മാത്രം ഉള്ളത്? ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ വിവാഹം കഴിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഹല്ലേലൂയ. എന്തിനാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ആമേൻ വിവാഹം കഴിക്കുകയില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. ആമേൻ. പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നവർ ആരെ പോലാകും? ആമേൻ. സ്വർഗത്തിലെ ദൂതന്മാരെ പോലാകും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ ഹല്ലേലൂയ അവർ ആമേൻ അതെ സ്വർഗത്തിൽ നിത്യതയിൽ എത്തപ്പെടുവാൻ ഹല്ലേലൂയ ഇടയായിത്തീരുമ്പോൾ അവർ ആരെ പോലാകും? ദൂതന്മാരെ പോലാകും. സന്തോഷപ്പെടുന്നവർ കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഈ ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ച് ജീവിക്കുന്ന ആമേൻ തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർ കേൾക്കേ തന്നോട് ചോദ്യം ചോദിച്ചവരോട് യേശു കൊടുത്ത മറുപടിയാണ്, ഈ ഭൂമിയിൽ വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും വിവാഹം കഴിച്ചും ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നവരല്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അതെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അതെ നിങ്ങൾ ആകത്തക്ക വിധത്തിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? ആമേൻ. ക്രിസ്തുവിൽ മരിച്ചാൽ ഹല്ലേലൂയ അതെ ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഹല്ലേലൂയ അതെ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ജീവനോടെ ശേഷിക്കുന്ന നാം ഹല്ലേലൂയ അന്ന് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അവർ ദൂതന്മാരെ പോലാകും. അവിടെ വിവാഹമില്ല കേട്ടോ. അവിടെ വിവാഹത്തിന് കൊടുക്കലുമില്ല, വിവാഹത്തിന് എടുക്കലുമില്ല. ആമേൻ. വിവാഹവും അതെ അതുമായി ഭൂമിയിൽ ജീവിക്കുവാൻ തന്നിരിക്കുന്ന ശിഷ്ടായുസ് സമാധാനത്തോടെ ജീവിച്ചു തീർക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം സമാധാനത്തോടായിരിക്കുവാൻ കഴിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും നിന്നെ ഒതുക്കി തള്ളിയിട്ട് തകർക്കുന്ന ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ നിത്യതയ്ക്ക് അവകാശിയാക്കി നിന്നെ മാറ്റുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോടാണ് തന്നോട് ചോദ്യം ചെയ്തിട്ട് തന്നെ തർക്കിച്ച് മിണ്ടാതാക്കാൻ നോക്കുന്ന പരീശന്മാരോട്, സദൂക്യരോട്, യഹൂദന്മാരോട്, പ്രമാണിമാരോട് യേശു ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിലും അനേകര് തെറ്റിപ്പോയപ്പോൾ അനേകര് തെറ്റിപ്പോകത്തക്ക വിധത്തിൽ പിശാച് അവരെ പിന്തുടർന്ന് തകർത്ത് കളഞ്ഞപ്പോൾ യേശു പറയുകയാണ്, അതെ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലോ തെറ്റിപ്പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തെറ്റിപ്പിക്കുന്ന ലോകത്ത് അനേകര് തെറ്റിപ്പോകുമ്പോൾ തെറ്റാതെ കൊണ്ട് ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം. ഇന്ന് രാത്രി ദൈവവചനം ആമേൻ അതിൻ്റെതായ നിലകളിൽ അറിയുന്നില്ലെങ്കിൽ അതേ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നശിച്ചുകൊണ്ടിരിക്കുകയാ. നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവവൈതലേ നീ കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാ. നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ പോലെ അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നിനക്ക് കഴിയത്തില്ല. അതുകൊണ്ട് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതറിയാത്തവരാണ് തെറ്റിപ്പോകുന്നത്. നീ തെറ്റിപ്പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി ആ തിരുവെഴുത്തുകളെയും ആ ശക്തിയെയും അറിയുവാൻ ആഗ്രഹിക്കുന്നവർ കരപിടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ലോകത്തിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ? എന്നാൽ നീ അറിയേണ്ടത് എന്താണ്? തിരുവെഴുത്തുകളെയും അതിന്റെ ശക്തിയെയുമാണ്. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. ആരാ അങ്ങനെ ആകുന്നത്?
അതിനുവേണ്ടി ആമേൻ വിളിക്കപ്പെട്ടവർ, അതിനുവേണ്ടി കൃപ ലഭിച്ചവർ, അതിനുവേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്നവർ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. വിവാഹമായ ആ മക്കളെ വിവാഹം കഴിപ്പിച്ചു. ആമേൻ. വിവാഹത്തിനെടുത്തു അല്ലെ. ആമേൻ. ഇവിടെ ആമേൻ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് മക്കളുമായി കൊച്ചുമക്കളുമായി ജീവിച്ചു. ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന ആമേൻ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടുത്തെ കാര്യം മാത്രം ചിന്തിച്ചു പോകരുതേ. ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. അവിടേക്ക് പോകുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കുന്നവർ കരമടിച്ച കർത്താവിന്റെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതെ, മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ ദ്രവ്യത്താൽ വിതയ്ക്കപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ മരിച്ചവർക്ക് എന്തുണ്ട്? ഒരു പുനരുത്ഥാനമുണ്ട്. ഹല്ലേലൂയ. എപ്പോഴാണ് ആ പുനരുത്ഥാനം നടക്കുന്നത്? ഒരു പക്ഷേ വിവാഹം കഴിച്ചു, ആമേൻ, അധികം നാള് ജീവിച്ചിരിക്കുവാൻ കഴിയാതെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട വേദനയോടാണോ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഒരു വിധവയായി നീ കഴിയുകയാണോ? ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയായി, ഭാര്യ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി, ഹല്ലേലൂയ. അതെ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥയായി, ആമേൻ, അതെ, ഒരു അഗതി മന്ദിരത്തിൽ, ആമേൻ, അതെ അനാഥശാലയിലാണോ നീ? ഹല്ലേലൂയ. നീ ഒരു അനാഥനെ പോലാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അഗതിയെയും വിധവയെയും പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വചനം പറയുന്നു, ജാതികളെ പോലാകരുത്, നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താ? കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ മരിച്ചവർ ആമേൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ മരിച്ചുപോയ വേദനയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി പ്രത്യാശയില്ലാത്തവരായി കഴിയുന്നെങ്കിൽ ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ആ പ്രിയപ്പെട്ടവരുടെ മുഖം കാണുവാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ഉയർപ്പിന്റെ പൊൻപുലരിക്കാൻ ഹല്ലേലൂയ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്താ? കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആഗതമായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു പ്രത്യാശയോടുകൂടെ ആയിരിക്കണം ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരുന്നതിന് മുമ്പ് അതെ ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം, മരണം. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ടാവും. പക്ഷെ വചനം പറയുന്നത് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോകലാകരുത്. ഹല്ലേലൂയ. ഇനി ആമേൻ ജീവനോട് ശേഷിക്കുകയാണെങ്കിൽ കർത്താവ് വരുമ്പോൾ ഈ ശരീരത്തിന് രൂപാന്തരം വരും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. മക്കളുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവരുണ്ട്. ഇന്ന് പകലിലും അനേക കുഞ്ഞുങ്ങൾ തകർന്നുപോയി, അനേക മാതാപിതാക്കൾ തകർന്നുപോയി, അനേക ഭാര്യ ഭർത്താക്കന്മാർ തകർന്നുപോയി. എന്നാൽ ആരോഗ്യത്തെ ദീർഘമാക്കി സമാധാനത്തോടെ ജീവിക്കുവാൻ കൃപ നൽകിയ ദൈവത്തിന് കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്താട്ട് നിന്റെ ജീവിത പങ്കാളി ആയിരുന്നെടുത്ത്, നിന്റെ തലമുറ ആയിരുന്നെടുത്ത്, നിന്റെ ഭർത്താവ് ആയിരുന്നെടുത്ത്, നിന്റെ ഭാര്യ ആയിരുന്നെടുത്ത്, നിന്റെ മാതാവ് ആയിരുന്നെടുത്ത്, നിന്റെ കൂടപ്പറപ്പായിരുന്നെടുത്ത് ശത്രുവായി തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് അടുത്ത് വന്നപ്പോ ശത്രുവിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാതെ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ എണ്ണത്തിൽ കുറയാതെ അവിടെ സൂക്ഷിച്ച ദൈവത്തിന്റെ അവിശ്വസ്തത എത്രയോ വലിയത് ഇന്ന് രാത്രി അതോർത്ത് കരമടിച്ച് കർത്താവിന് മരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ മണ്ണായ ശരീരം നമുക്കുള്ളതുപോലെ ആമേൻ അതെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് പോകുവാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കൾ അവനോടൊപ്പം അനുരൂപമാകും, തേജസ്കരിക്കപ്പെടും. ഈ ഒരു പ്രത്യാശ, ഈ ഒരു അറിവുള്ളവർ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മകത്തവരുണ്ട്. ഹല്ലേലൂയ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദിത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഇത് ജഡീകന് മനസ്സിലാകത്തില്ല, ഇത് പ്രാകൃതന് മനസ്സിലാകത്തില്ല, ഇത് ആത്മീയനെ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ലെന്ന് എന്ന് പറഞ്ഞ ലോകത്തിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടേ കർത്താവ് വരുമെന്ന് ചിന്തിക്കരുത്. ജീവനോട് ശേഷിക്കുന്ന കുറെ പേരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ഇടയിൽ ആമേൻ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അന്ത്യകാലത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിക്കുന്നതിനിടയിൽ നാം എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും.
കൂടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കാൻ കൃപ ലഭിച്ചവർ, ഹല്ലേലൂയ, സന്തോഷത്തോടെ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ കല്യാണത്തിന് കൊടുത്തും എടുത്തും, ഹല്ലേലൂയ, സമയം ആമേൻ ചെലവഴിക്കുന്നവരുടെ അകത്ത് ഒരു പ്രത്യാശ ഉണ്ടാകണം. ഇതൊക്കെ ഈ ഭൂമിയിലുള്ളതാ, എന്നാൽ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നില്ല. ആമേൻ. പിന്നെയോ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്ന് യേശു കർത്താവ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ആമേൻ. രണ്ട് കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. മനുഷ്യരിൽ നിന്നും അത് ദൈവത്തിൽ നിന്നുമുള്ള അത്ഭുതകരമായ ആമേൻ ദാനങ്ങളെ കുറിച്ച് ആമേൻ അത് വിവരിക്കുന്ന ഏക ഗ്രന്ഥം ആമേൻ സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളാണ്. ഹല്ലേലൂയ. മനുഷ്യരിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള അത്ഭുതകരമായ ദാനങ്ങളെ കുറിച്ച് വളരെ സവിസ്തരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക ഗ്രന്ഥം സത്യവേദ പുസ്തകമാണ്. ഈ സത്യവേദ പുസ്തകത്തിൽ നിന്ന് ചില ഉദ്ധരണികൾ എടുത്ത് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ പ്രസംഗിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിലെ നിന്റെ ജീവിതവും ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറമുള്ള ജീവിതവും അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഈ ഭൂമിയിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഇവിടെ മാത്രമല്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അവിടെയും നീ അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചും ആമേൻ നിത്യജീവിതത്തെ കുറിച്ചുമുള്ള കാര്യങ്ങളെ കുറിച്ച് ആമേൻ നാം അറിയുവാനാണ് ആമേൻ ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന എല്ലാ വിവരങ്ങളും ഈ സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ സത്യവേദ പുസ്തകം ആമേൻ വായിക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് പഠിക്കുവാനും ആമേൻ അത് വിശ്വസിക്കുവാനും തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. അതെ, നിത്യത ആമേൻ അതെ ഭൂമിയിൽ നിന്നും ആമേൻ അതിൽ ജീവിക്കുന്ന ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എന്താണ് നിത്യത എന്ന് പറയുന്നത്? ആമേൻ ഈ ഭൂമിയിൽ നിന്നും ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടി ജീവജാലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് നിത്യതയെ വ്യത്യസ്തപ്പെടുത്തുന്ന ആമേൻ ഒരു സംഭവം അല്ലെങ്കിൽ ആമേൻ ജീവിത പ്രവർത്തനങ്ങൾ നാം വായിച്ച തിരുവചനത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് ആ വായിച്ച തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആമേൻ വിവാഹം ആമേൻ അത് ഭൂമിയിൽ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ, അത് ഭൂമിയിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിനാൽ ദൈവമക്കൾ എന്ന നിലയിൽ ഭൂമിയിൽ നമ്മുടെ കുടുംബ ജീവിതം ദാമ്പത്തിക ജീവിതം ആസ്വദിക്കുവാൻ നാം ആമേൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ നമ്മുടെ കുടുംബ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായി ആമേൻ ദൈവം ഭവനമെന്ന വ്യവസ്ഥ സ്ഥാപിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി വാഴുവാൻ തക്കവണ്ണം ആക്കിവെച്ചിരിക്കുന്ന നിന്റെ കുടുംബത്തെ നരക തുല്യമാക്കി കണ്ണുനീരിനും ദുഃഖത്തിനും നിരാശയ്ക്കും മാറാ രോഗത്തിനും ഹല്ലേലൂയ കടക്കണിക്കകത്തും ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ട വ്യാപാരത്തിന്റെ അകത്ത് നിന്ന് രക്ഷിക്കുവാൻ ഉലകത്തിൽ ആമേൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമമാണ്. ആ നാമം നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തെ അത് പരിഹരിപ്പാൻ തക്കവണ്ണമിടയായി തീരും. നിന്റെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനമില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് യേശുവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കാരണം മുപ്പരി ചരട് വേഗത്തിൽ ആറ്റുപോകയില്ല. അവൻ യേശുവില്ലാത്ത കുടുംബം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിന്റെ ഇല്ലാത്ത കുടുംബത്തിൽ
തലമുറകൾ ഭാര്യ ഭർത്താക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുമ്പോ യേശുവിന് നിന്റെ കുടുംബത്തിൽ സ്ഥാനമുണ്ടോ? നിന്റെ തലമുറയുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? നിന്റെ അതേ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? അതെ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന യേശുവിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതേ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളുടെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ വീണ്ടും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പുനരുത്ഥാനത്തിൽ അവർ വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ അവരാകുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ ഭൂമിയിൽ വെച്ച് നടക്കേണ്ട കാര്യാദികൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുക. സ്നേഹിത, നിന്റെ വീട്ടില് കണ്ണുനീരും ദുഃഖവും അണപൊട്ടി ഒഴുകുന്നത് കാണുവാനാ വിശാല ആഗ്രഹിക്കുന്നത്. എന്നാൽ നിന്റെ വീട്ടിൽ സമാധാനം സന്തോഷം നിറഞ്ഞു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെ, കനാനിലെ കല്യാണ വീട്ടില് കണ്ണുനീരും ദുഃഖവും മുറവിളിയുമല്ല കാണുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഇരുന്ന വീട്ടിൽ സന്തോഷത്തിന്റെ ആരവം, ഉല്ലാസത്തിന്റെ ആരവം കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട യേശു ഉള്ളത് കൊണ്ട് ആ കുടുംബത്തിലെ പ്രശ്നം അത് പരിഹരിക്കപ്പെടുകയാ. ഇന്ന് രാത്രി നിന്റെ കുടുംബ ജീവിതത്തിനകത്തുള്ള കൈപ്പേറിയ അനുഭവത്തെ മാധുര്യമാക്കുവാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. സ്നേഹിത, നിന്റെ കുടുംബത്തെ മാധുര്യമുള്ളതാക്കാനാ, നിന്റെ ജീവിതത്തെ മാധുര്യമുള്ളതാക്കാനാ ഇന്ന് രാത്രി കൈപ്പേറിയ അനുഭവമാണോ നിന്റെ ജീവിതത്തിൽ? അതെ, കണ്ണുനീരും ദുഃഖവുമാണോ? മാറി മാറിയുള്ള രോഗം, കടഭാരം, തകർച്ച, നിരാശ, ആകുലത എന്തുമാകട്ടെ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ സന്തോഷത്തെ അണപൊട്ടി ഒഴുക്കുമാറാക്കുന്ന ദൈവത്തിന്റെ പുത്രന യേശു ക്രിസ്തുവിന് നിന്റെ ഭവനത്തിൽ സ്ഥാനമുണ്ടോ? ആ യേശുവിനെ നിന്റെ ജീവിതത്തിൽ ക്ഷണിച്ചിട്ടുണ്ടോ? യേശുവിന് നിന്റെ വീട്ടിൽ സ്ഥാനം നീ കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക ആ പ്രവൃത്തിക്കകത്ത് നിന്ന് യേശു നിന്നെ സ്വതന്ത്രനാക്കും, യേശു നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കുടുംബ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് കണ്ണുനീരും ദുഃഖവുമായി കഴിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി നിരാശയോടായിരിക്കുന്നുവെങ്കിൽ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന സർവ്വ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തെ പരിഹരിപ്പാൻ ശക്തരാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 14:14 എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. ഹല്ലേലൂയ. നിന്റെ ഈ ലോക ജീവിതത്തിൽ നീ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ തയ്യാറായ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന കുടുംബം എന്ന ഈ വ്യവസ്ഥ സ്ഥാപിച്ച ദൈവം കുടുംബമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ പരസ്പരം എങ്ങനെ ജീവിച്ചാലാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള തിരുവചനം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഈ ലോക ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിച്ചാലും. ഹല്ലേലൂയ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ഭൂമിയിലായിരുന്ന ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു ചെന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലായിരുന്ന ലാസറിന്റെ ജീവിതം, മറിയയുടെ ജീവിതം, മാർത്തയുടെ ജീവിതം,
ആമേൻ. ഇവിടെയും നിത്യതയിലും അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു, ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുടുംബം ദൈവത്തിന് പ്രിയമുള്ള കുടുംബമായി മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രിയ മക്കളായി, ദൈവത്തിന്റെ പ്രിയ വ്യക്തിത്വത്തിനുടമയായി, ദൈവത്തിന് പ്രിയമുള്ള കുടുംബമായി നീ മാറ്റപ്പെട്ട ചില കണ്ണുനീരിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ മക്കളിൽ സംഭവിക്കാം. എന്നാൽ അതിനകത്ത് നീക്കുപോക്ക് നൽകുവാൻ യേശു മതിയായവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതേ, പ്രിയനായ ദാസന്റെ ഭവനത്തിൽ യേശു വന്നു. ഹല്ലേലൂയ. അവരെ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ അവരെ കരഞ്ഞ് കണ്ണ് കലങ്ങി തകരുവാൻ അനുവദിച്ചില്ല. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ ശക്തരായവർ, ഹല്ലേലൂയ, നോക്കി നിൽക്കുന്നവർ കണ്ടേ അവരോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ യേശു മതിയായവനെങ്കിൽ ഇന്ന് രാത്രി യേശുവുള്ള കുടുംബത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, നിന്റെ കുടുംബത്തെ ശത്രു പഴിക്കുവാൻ, പകയ്ക്കുവാൻ അനുവദിക്കാതെ നിന്റെ കണ്ണുനീരിന് മറുപടിയാ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇന്നും യേശു ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവന്റെ മഹത്വം കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഒരു മഹത്വം നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ വെളിപ്പെടുത്തുവാൻ യേശു മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നവർക്ക് ആമേൻ ഒരു പുതിയ ക്രമം, ഒരു പുതിയ തരം ജീവിതം ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ, ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ പുതിയ ഒരു ജീവിതത്തിന് ക്രമം, പുതിയ ജീവിതത്തിന് ഒരു തുടക്കം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വിവാഹം കഴിച്ചു, ഇവിടെ ആമേൻ ജീവിച്ചതുപോലെ നിത്യതയിൽ പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ എന്ത് ചെയ്യണം? ജീവിക്കണം. ഭാര്യ ഭർത്താക്കന്മാരായി, മക്കളുമായി ഇവിടെയേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ കുടുംബത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവരെ സംബന്ധിച്ചിടത്തോളം ആമേൻ വിവാഹത്തിന് ഒരു പങ്കുമില്ല. ആമേൻ. ഈ ജന്മത്തിൽ ആമേൻ നന്നായി ജീവിക്കാൻ ഒത്തില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഒന്നിക്കാമെന്ന് ചിന്തിച്ച് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. അത് തെറ്റാകട്ടോ. ആമേൻ. ഈ ലോകത്ത് ജീവിക്കാൻ എത്ര കാലം കിട്ടുന്നുണ്ടോ അത്രയും കാലം പരസ്പരം സ്നേഹിച്ച്, ക്ഷമിച്ച്, സഹിച്ച്, പരസ്പരം മനസ്സിലാക്കി ജീവിച്ചോളാം. ഹല്ലേലൂയ. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് പോയി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് വിഡ്ഢിത്തമാണ്. അങ്ങനെ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കവിതാക്കളായിരിക്കുന്ന ആരെങ്കിലും ആമേൻ ഈ ലൈവ് കാണുകയോ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വിഡ്ഢിത്തമാണ്. ആമേൻ. വെറുതെ ജീവിതം നശിപ്പിക്കരുത്. ഇവിടെ കൂട്ടുകൂടി ഇമ്പമായി വാഴുവാൻ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിവാഹമെന്ന വ്യവസ്ഥ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ ആമേൻ സ്വസ്ഥതയോടെ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. ഹല്ലേലൂയ. ആമേൻ. മറ്റെല്ലാ കാര്യങ്ങളും അവൻ മാലാഖമാരായി മാറും, അല്ലെങ്കിൽ മാലാഖമാരെ പോലെ ആകുമെന്ന് ആമേൻ ഇതിനർത്ഥമില്ല. ഏതിന്? ആമേൻ. അതെ, ദൂതന്മാരെ പോലെ ആകും. അതുകൊണ്ട് ഈ ഉയർപ്പ് കഴിഞ്ഞാൽ പിന്നെ ദൂതന്മാരെ പോലെയാണ് എല്ലാവരും എന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-30 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുവാൻ തക്കവണ്ണമിടയാക്കി. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിൽ ദൈവം ഒരാണായി ഒരു പെണ്ണായി ആമേൻ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി ഒരു മാതാവായി, ഒരു സ്ത്രീയായി, ഒരു പെൺകുഞ്ഞായി ഈ വചനം ശ്രവിക്കുന്നെങ്കിൽ നിന്നെ ഈ ഭൂമിയിൽ അപ്രകാരം സൃഷ്ടിച്ചതിന് ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട്, ലക്ഷ്യമുണ്ട്. ഒരു പുരുഷനായി ആമേൻ, ഒരു യൗവനക്കാരായി, ഒരു ഭർത്താവായി, ഒരു പിതാവായി, ഒരാൺ കുഞ്ഞായി ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആമേൻ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നിന്നെ ഈ ഭൂമിയിൽ ആക്കിയതിന് ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട്, ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി 1-ന്റെ
26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആമേൻ. ആദ്യമായി ദൈവം ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്. ആമേൻ. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോ ദൈവം ആമേൻ തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഈ ഭൂമിയിലാക്കിയ അതേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വാഴണം. ആമേൻ. നീണാൽ വാഴട്ടെ. ആരെ കുറിച്ചാ പറയുന്നത്? രാജാക്കന്മാരെ കുറിച്ചാ. അപ്പോ രാജാക്കന്മാരെ പോലെ ഇവിടെ ജീവിക്കുവാനാണ് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി സ്വന്തം ജനമായി ജീവിക്കുവാൻ കാൽവറിയിൽ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയ ദൈവ മക്കളെ, അങ്ങനെ ജീവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ദൈവിക അവകാശങ്ങളും ദൈവിക നന്മകളും പ്രാപിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കാതെ ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക പോരുകളെ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തെ അഭിഷേകത്താൽ നിറഞ്ഞ് തിരുവഴുത്തുകളിൽ ദൈവശക്തിയെ അറിയായതുകൊണ്ട് നിങ്ങൾ തോറ്റുപോകുക, നിങ്ങൾ പരാജയപ്പെടുക. ഇന്ന് രാത്രി തിരുവഴുത്തിനെ കുറിച്ച് അറിയണം, ദൈവശക്തിയെ കുറിച്ച് അറിയണം. എങ്കിൽ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ജയിക്കുന്നവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. അപ്പോ ഒന്നാമതായി മനുഷ്യൻ പരാജയപ്പെട്ടത് അവൻ ഒറ്റക്കായിരുന്നപ്പോഴല്ല, അവൻ കുടുംബമായപ്പോഴാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അവൻ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി സന്താന പുഷ്ടിയുള്ളവരായി സകലത്തെയും അടക്കി വാഴുന്ന ഒരു ജീവിതത്തിനുടമയായി ആമേൻ ഒരു കുടുംബത്തെ ഈ ഭൂമിയിൽ ദൈവം ആക്കി. ഹല്ലേലൂയ. അതാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. എന്നാൽ അങ്ങനെയുള്ള കുടുംബത്തെ ആമേൻ തള്ളി വീഴ്ത്തിയ ദുഷ്ടപിശാച് ഇന്നും കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഉഭയസമ്മതത്തോടുകൂടെ ദൈവസഭയെ സാക്ഷി നിർത്തി ജീവിക്കേണ്ട കുടുംബത്തെ ഡിവൈസിലേക്ക് തള്ളി അനാഥരാക്കി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമൈതലെ കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ തലമുറകളെ തകർക്കുവാൻ ലക്ഷ്യമിട്ട് പിന്തുടരുന്ന പൈശാചിക പോരുകളെ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടാതെ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവഴുത്ത് അറിയണം, ദൈവ ശക്തി അറിയണം. ഇതറിയാത്തവൻ പരാജയപ്പെടും. ഇന്ന് രാത്രി നീ പരാജയപ്പെടുവാൻ പിശാച് പ്രതിയോഗിയായി നിനക്കെതിരെ, നിന്റെ ജീവിത പങ്കാളിക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ അതേ യുദ്ധം പ്രഖ്യാപിച്ച് അതേ എഴുന്നേറ്റ് വരുമ്പോ ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താ നിറയപ്പെടുവാൻ ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങളും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിലെ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഭൂമിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതമാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അത് ആഗ്രഹിക്കുമ്പോൾ അവർ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും അവരുടെ തലമുറകൾ തമ്മിൽ കൊലപാതകം ചെയ്ത് കാണണമെന്നും പിശാച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിച്ച പിശാച് ഒന്നാമത്തെ കുടുംബത്തെ തകർത്ത് കളഞ്ഞതുപോലെ ഇന്നും നിന്റെ കുടുംബത്തെ
കുടുംബത്തിൽ കൊലപാതകന്മാർ പുറത്തു വരുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് അക്രമവും വഞ്ചനയും ചതിയും നടന്നു കാണുവാൻ, അതെ നുഴഞ്ഞു കയറുന്ന ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും നാം അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതറിയാതെ പോകരുത്. ലോകത്തിൽ നിനക്ക് പലതും അറിയാം, പല കണ്ടുപിടുത്തങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവ വചനത്തിന്റെ ആ തിരുവഴുത്തുകളുടെ സത്യം അറിയാത്തവരും ആമേൻ ആ ദൈവശക്തി അറിയാത്തവരും അമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ ഇവിടം കൊണ്ട് ജീവിതം തീരുന്നില്ല സഹോദര. വിവാഹം കഴിച്ച് വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കി ഡിവേഴ്സ് ചെയ്ത് ആമേൻ തലമുറകളെ കരിങ്കല്ലിൽ എറിഞ്ഞു കൊന്ന് ആമേൻ ഉപേക്ഷിച്ച് അങ്ങനെ ഇവിടുത്തെ ജീവിതം ഒരു നരക തുല്യമാക്കി കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് നീ ജയിച്ചില്ലെങ്കിൽ, നീ പരാജയപ്പെട്ടാൽ നിനക്ക് നിത്യത കാണാൻ കഴിയത്തില്ല. നിത്യത നിനക്ക് സ്വന്തമാക്കുവാൻ നിന്റെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല, നിന്റെ പണം കൊണ്ട് കഴിയത്തില്ല, നിന്റെ ഡിഗ്രി കൊണ്ട് കഴിയത്തില്ല. നിത്യത നിനക്ക് സ്വന്തമാക്കുവാൻ കഴിയണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക. ഹല്ലേലൂയ. അവനിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ അതെ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന അതെ ഒരു കുടുംബത്തിന് നിത്യതയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്നേഹിത, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, ഹല്ലേലൂയ, ഇന്ന് കർത്താവ് വന്നാൽ അവരുടെ നിത്യത എവിടെയായിരിക്കും? അല്ല, നിന്റെ നിത്യത എവിടെയായിരിക്കും? നിനക്ക് ഉറപ്പുണ്ടോ? ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിന്നിൽ, നിന്റെ ജീവിത പങ്കാളിയിൽ, നിന്റെ മക്കളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ തള്ളപ്പെടൂ. നിത്യ നരകത്തിൽ അവർ അധപ്പതിക്കും. അതെ, കടാത്ത ആമേൻ തീയും ചാകാത്ത പുഴുവും ആമേൻ അതെ കത്തുന്ന തീ പൊയ്ക, അത് എത്രയോ ഭയാജനകമാ. നിത്യമായ രക്ഷ, നിത്യമായ സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ആമേൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് തിരുവഴുത്തിലെ സത്യം നീ ഗ്രഹിച്ച് ദൈവശക്തി പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ ഇവിടുന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അവൻ സത്യം അറിയേണ്ടതിന് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അത് ഇറങ്ങി വരുവാനിടയായത്. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം കർത്താവായ യേശു ക്രിസ്തു സ്നേഹിത നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുക മാത്രമല്ല, ഈ ജീവിതത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. ആ നിത്യത നിനക്ക് ഉറപ്പാക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വാത്സല്യ കുടുംബമേ, വാത്സല്യ സഹോദര, വാത്സല്യ മാതാവേ, പിതാവേ, കുഞ്ഞേ, ഇവിടെ വെട്ടിപ്പിടിച്ച് വ്യഗ്രതയിലോടിയ അനേകര് തകർന്ന് കരിപ്പടമായി കൊണ്ടിരിക്കുകയാ. എന്നാൽ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവമക്കൾ ആമേൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമെന്നുള്ള പ്രത്യാശയോടെ ജീവിതത്തെ അത് മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരപടിച്ച കർത്താവിനെ നിനക്കുറപ്പുണ്ടോ? ആമേൻ. കർത്താവ് ഇപ്പോൾ വന്നാൽ നീ ഇവിടുന്ന് എടുക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ നിത്യതയെ കുറിച്ച് നിനക്ക് ഉറപ്പുണ്ടോ? ആമേൻ. നിന്റെ കിടക്കയിൽ നിന്നോട് കൂടെ ആയിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളി, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വെച്ച് വിളമ്പി തരുന്ന, അല്ല നിനക്ക് വേണ്ടി ആമേൻ അധ്വാനിച്ച് നീ ചോദിക്കുന്നതിലധികം വാങ്ങിച്ചു കൊണ്ടുവരുന്ന നിന്റെ ഭർത്താവ്, രണ്ടുപേരും ഒന്നിച്ചപ്പോൾ ഉണ്ടായ മക്കൾ, ഹല്ലേലൂയ, കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി അതെ നീ വളർത്തി വലുതാക്കുന്ന നിന്റെ മക്കൾ, ഇതാ കർത്താവ് വരാൻ സമയമായി. നീ സ്വർഗത്തിലും അവര് നരകത്തിലുമായ അവസ്ഥ എന്താണ്? ഇന്ന് രാത്രി അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവരെ അതേ തള്ളി തകർത്ത് നശിപ്പിക്കുന്ന പൈശാചിക ആ പാരമ്പര്യ ആ പൈശാചിക മന്ത്ര അഭിധാന ശുദ്ര പ്രയോഗത്തിനകത്ത് കുടുങ്ങി കിടക്കുന്ന നിന്റെ ജീവിത പങ്കാളി, ഓ നിന്റെ കൂടപ്പറപ്പ്, നിന്റെ തലമുറ, അവരെ ഈ നിത്യത ഉറപ്പാക്കുവാൻ കഴിയാതെ അവരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന പൈശാചിക പ്രവർത്തിക്കകത്ത് നിന്ന് അവരെ ഒന്ന് വിടുവിക്കപ്പെടുന്നത് കാണുവാൻ നിനക്ക് ഭാരമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അത് ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഗാഢനിദ്ര വരുത്തി
അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. ആമേൻ. ആദ്യത്തെ ഓപ്പറേഷൻ ഈ ഭൂമിയിൽ നടത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. അത് സക്സസ് ആയി കേട്ടോ. ആമേൻ. അതെ, വാരിയലെടുത്തു, മാംസം പൊതിഞ്ഞു. ആമേൻ. അതെ, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുകയാ, ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. നാണക്കേടല്ല കേട്ടോ. ആമേൻ. സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇനി മേലാൽ അവർ രണ്ടല്ല ഒന്നായി തീരും. ഹല്ലേലൂയ. പക്ഷേ വചനം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മിക്ക വീട്ടിനകത്തും ഇന്നും അവർ ഒന്നായിട്ടില്ല. ആമേൻ. ദുഃഖകരമായ ഒരു സത്യം പറയട്ടെ, അവർ ഒന്നിക്കാറുണ്ട്. എവിടെയാണെന്നറിയാമോ? ബെഡ്റൂമിലാ. പക്ഷേ അവരുടെ മനസ്സ് അവര് എന്ത് ചെയ്യാറില്ല, ഒന്നിക്കാറില്ല. ആമേൻ. ഭാര്യ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഭർത്താവ് ചെയ്യും, ഭർത്താവ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഭാര്യ ചെയ്യും. എന്തോ ഒരു മിസ്റ്റേക്ക് വന്നല്ലേ? ഹല്ലേലൂയ. ഭാര്യ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യരുത്. ഭാര്യ ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യരുത്. ചെയ്യണം. ആദാമിനെ അവൻ പഴം തീറ്റിച്ചതാരാ? ഹവ്വയല്ലേ? അല്ലേ? അപ്പൊ ഹവ്വ ഇത് തിന്നോ എന്ന് പറയുമ്പോ നോ എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ? ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോ നോ പറയേണ്ടടുത്ത് നോ പറയണം. അടക്കി ഭരിക്കുവാൻ, പുലർത്തുവാൻ. അതെ, കുടുംബത്തിലെ നാഥൻ. ആമേൻ. തിരുവഴുത്തറിയണം. തിരുവഴുത്ത് എന്തു പറയുന്നു? ദൈവശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കുടുംബം തകരാതിരിക്കത്തുള്ളൂ. ഇവിടെ ആമേൻ, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും. ആമേൻ. ദൈവം അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പൊ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു വേദി. ആമേൻ. വിവാഹം. ഹല്ലേലൂയ. ഈ വിവാഹം എന്ന വ്യവസ്ഥ സ്ഥാപിച്ച ദൈവം തമ്പുരാൻ ആമേൻ പറയുകയാണ്, അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോ രണ്ട് മതി അല്ല, ഒന്നായാൽ നന്ന്. ലോകം പറയുമ്പോ ദൈവം കുടുംബമെന്ന വ്യവസ്ഥ ഈ ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ ദൈവം പറഞ്ഞത് എന്താ? അവരെ അനുഗ്രഹിച്ചപ്പോൾ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്റെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ മക്കൾ ഇവിടെ പെരുകണമെന്ന് ദൈവം പറയുമ്പോൾ ഇവിടെ അങ്ങനെ പെരുകണ്ട, ഇവിടെ അങ്ങനെ വർദ്ധിക്കണ്ട എന്ന് തീരുമാനമായി പിശാച് മുമ്പോട്ട് വരികയാണ്. ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്ത ചില മസ്തിഷ്കത്തിനകത്ത് കുത്തി നിറച്ച ചിന്ത ആമേൻ അതെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ആമേൻ ആമേൻ. അതെ, രണ്ട് അല്ലെങ്കിൽ ഒന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആമേൻ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ, നാം ആരെയാ ഭയപ്പെടേണ്ടത്? ദൈവത്തെ. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കൾ ഇവിടെ പെരുകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ ആരാധിക്കുന്ന കുടുംബങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ പെരുകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾ പെരുകണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ആ കുടുംബങ്ങൾ തമ്മിലടിച്ച് ആമേൻ തകരണമെന്ന് സാത്താൻ ആഗ്രഹിച്ച് ആ കുടുംബത്തിനകത്ത് കയറി ആമേൻ അതെ 2 മക്കളുള്ള കുടുംബത്തിലെ ഒരുത്തൻ കൊന്നുകളഞ്ഞു. നോക്കിക്കേ, അന്ന് തുടങ്ങിയതാ ആമേൻ ദൈവജനത്തിന് കഷ്ടം. അന്ന് തുടങ്ങിയതാ ദൈവജനത്തിനെതിരെ പ്രശ്നങ്ങൾ. അവര് എണ്ണത്തിൽ പെരുകാതെ എണ്ണത്തിൽ കുറുകിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവജനം ആത്മാവിൽ ആരാധിച്ച് ജയമെടുത്ത് മുന്നേറുവാൻ ഇവിടെയാണ്. ആമേ. നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നിന്റെ വംശത്തെ മുരടിപ്പിക്കുന്ന, നിന്റെ തലമുറയെ മുരടിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ അന്നും ഇന്നും ശക്തിയോടെ നിനക്കെതിരെ പ്രതിയോഗിയായി എഴുന്നേറ്റ് വരുമ്പോൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ട് എന്ത് ചെയ്യാണ്? തെറ്റിപ്പോകുകയാ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം ആമേൻ 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം 21, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങുവി. ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഭൂമിയിലുള്ള കുടുംബജീവിതത്തിനകത്ത് ആമേൻ ഭാര്യമാർ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഇത് ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സത്യവേദ പുസ്തക പ്രകാരം കുടുംബജീവിതം നയിപ്പാൻ സ്ഥാപിച്ചിരിക്കുന്ന വ്യവസ്ഥ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. ഒരുപക്ഷെ അയൽവക്കക്കാർക്ക് ഇത് ബാധകമായിരിക്കില്ല. ഒരുപക്ഷെ നീ എത്തപ്പെട്ട രാജ്യത്തിലുള്ളവർക്ക് ഇത് ബാധകമായിരിക്കത്തില്ല. പക്ഷേ നീ ദൈവരാജ്യത്തിനകത്ത് അംഗമാണോ? നീ ദൈവസഭയുടെ അംഗമാണോ? സ്വർഗത്തിൽ ആമേൻ പൗരത്വമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണോ? ആണെങ്കിൽ ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവി. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യ തലയാകുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ രക്ഷിക്കപ്പെട്ട കുടുംബത്തിലെ ഭാര്യമാർക്ക് സ്വന്തമായ ഒരു അഭിപ്രായം എടുക്കാൻ പറ്റത്തില്ല. അവരുടെ തലയാകുന്ന ഭർത്താവിനോട് ചോദിച്ച് ഭർത്താവിന്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവളായിരിക്കണം ക്രിസ്തീയ കുടുംബ ജീവിതത്തിലെ ഭാര്യമാർ. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമത്തെ കുടുംബമായ ആദാമിന്റെ കുടുംബ ജീവിതത്തിലെ അതേ ജീവിത പങ്കാളി ആമേൻ ഭർത്താവിനെ കൂടാതെ സ്വയം ആമേൻ കാര്യങ്ങളെ ചിന്തിച്ച് ചെയ്യുവാൻ തയ്യാറായതുകൊണ്ട് ആമേൻ ആ ഭാര്യ നിമിത്തം ആമേൻ തന്റെ ഭർത്താവും ആമേൻ തന്റെ തലമുറയും ശപിക്കപ്പെട്ടു. ആമേൻ. അതെ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടത് കൊണ്ട് ആമേൻ നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമി ശപിക്കപ്പെടുവാൻ കാരണം ആമേൻ ഒന്നാമത്തെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ ജീവിക്കുവാൻ തക്കവണ്ണമിടയായതുകൊണ്ട് ദൈവത്തെ അവർക്കറിയാം, ദൈവ സാന്നിധ്യം അവരനുഭവിച്ചു. ഒക്കെ ശരിയാ. ഇന്ന് രാത്രിയിലും ദൈവത്തെ നിനക്കറിയാം, ദൈവ സാന്നിധ്യം നിനക്കറിയാം. എന്നാൽ ദൈവ സാന്നിധ്യം അറിയുന്ന നീ ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ കുടുംബം ശപിക്കപ്പെടും, നിന്റെ തലമുറ ശപിക്കപ്പെടും. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ. അതെ, ഒന്നാമത്തെ കുടുംബം ദൈവമുള്ള കുടുംബം, ദൈവം വസിക്കുന്ന കുടുംബം, ക്ഷേമം നൽകുന്ന കുടുംബം. അത്തിയില കൊണ്ട് വസ്ത്രം തുന്നി ഉണ്ടാക്കി അത് ഉണങ്ങിപ്പോയപ്പോ ആമേൻ തോല് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച നോക്കിക്കേ, ആകാരത്തിന് ആകാരം, ഹല്ലേലൂയ, വെള്ളത്തിന് വെള്ളം, ആമേൻ, ഭക്ഷണത്തിന് ഭക്ഷണം, എന്തു വേണം അതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തകർന്നു പോയതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന നിന്റെ ജീവിതത്തിന് വേണ്ടുന്നതല്ല ദൈവം നൽകി തരുവാൻ ശക്തരാണ്. പക്ഷേ നീ തിരുവഴുത്തുകൾ അറിയാതെ പോയാൽ, ദൈവശക്തിയെ അറിയാതെ പോയാൽ നീ തെറ്റിപ്പോകുവാനിടയാകും. കാരണം നിന്നെ തെറ്റിക്കുവാൻ കൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് അവൻ ഭയങ്കര തന്ത്രശാലിയാ. ഹല്ലേലൂയ. ആമേൻ. കുടുംബജീവിതത്തിലായിരുന്ന അനേക കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നവോമിയുടെ കുടുംബത്തെ സാത്താൻ തകർത്തത് എങ്ങനെയാ? ആമേൻ. ബേഥേലിൽ ക്ഷാമം വന്നപ്പോ മോവാബിലേക്ക് വിട്ടു.
ആമേൻ. മോവാബിലേക്ക് പോയ നവോമിയുടെ ഭർത്താവ് പോയി, 2 ആമക്കൾ പോയി. അവൻ ഭർത്താവ് പോയെങ്കിലും തടിമിടുക്കന്മാരായ 2 ആമക്കളുണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നതാ, അവരും പോയി. ഇന്ന് രാത്രി അവൻ നിന്നെ തെറ്റിക്കുവാൻ ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ടപിശാച് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുക. അന്ധകാലത്ത് അതേ ദുർഘട സമയം വരുമെന്ന് സ്വപ്നഗീരാകുമെന്ന് വമ്പ് പറയുന്നു. ആമേൻ. അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തു പോകുമെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കീഴ്പ്പെടാൻ മനസ്സില്ലെങ്കിൽ പിശാച് തകർത്ത് തരിപ്പടമാക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കുടുംബജീവിതം പരാജയപ്പെട്ട് അതേ തലമുറകൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനം ആമേൻ അതേ പണിയുവാൻ ഹല്ലേലൂയ കാരണക്കാരനായ ദൈവം അതേ യഹോവ ഭക്തരായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആമേൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. നീ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഹല്ലേലൂയ. നിനക്ക് നന്മ വരും, ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരപടിച്ച കർത്താവിനെ നടത്തുന്നത്. നിന്നെ കാണുന്നവർ അസൂയപ്പെടുന്ന വിധത്തിൽ ഒരു രാജകീയമായ നിലയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് യുവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോ ഭാര്യമാര് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരോട് പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? അപ്പൊ പരസ്പരം ഈ ഭൂമി കുടുംബം എന്ന വ്യവസ്ഥ സ്ഥാപിച്ച ദൈവം പറയുന്നു, ഭാര്യയും ഭർത്താവും പരസ്പരം ധാരണയോടുകൂടെ അവൻ ഭാര്യ കീഴ്പ്പെടണം, ഭർത്താവ് എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കുടുംബത്തിലാണ് ദൈവിക സമാധാനം ഉണ്ടാകുന്നത്. ഈ കുടുംബത്തെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും. ഹല്ലേലൂയ. അപ്പോ ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളായ ആമേൻ ഭാര്യമാർ എന്ത് ചെയ്യണം? ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കും. ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കാം. ആമേൻ. അപ്പം വീട്ടുകാരി എന്ത് ചെയ്യണം? ചിലരുണ്ട് വീട്ടിലെ കാര്യമൊന്നും നോക്കത്തില്ല, ഓഫീസിലെ കാര്യം, നാട്ടിലെ കാര്യം, വീട്ടിലെ കാര്യം നോക്കാൻ വേലക്കാരിയെ വെച്ചിരിക്കുകയാണ്. വീട്ടിലെ കാര്യം നോക്കാൻ വേലക്കാരിയെ വെച്ചിരിക്കുക. നാട്ടിലെ കാര്യം ഓഫീസിലെ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന ഭാര്യയ്ക്ക് വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല. ഹല്ലേലൂയ. ഭാര്യമാര് നിങ്ങളുടെ കുടുംബം തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാർ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നാട്ടിലെ കാര്യം ചെയ്യേണ്ടതല്ല, ഓഫീസിലെ കാര്യം ചെയ്യേണ്ടതല്ല, എന്നാൽ അതിനേക്കാൾ ഉത്തരവാദിത്വം നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കുന്നവരും ഹല്ലേലൂയ സുബോധമുള്ളവരും പാതിവ്യമുള്ളവരും ഭർത്തൃപ്രിയരും പുത്രപ്രിയരും രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഡ്യൂട്ടിയുണ്ട്, എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓടുന്ന ഭാര്യമാർ ഓർത്തോണം. നിന്റെ ഓട്ടത്തിൽ നിന്റെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ദുഷ്ടപിശാച് നിനക്ക് ചുറ്റും അതെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഭാര്യമാരെ തിരുവരുത്തുകളെ അറിയാത്തത് കൊണ്ട്, ദൈവശക്തി അറിയാത്തത് കൊണ്ട്
നീ സമ്പാദിക്കുന്ന പണം കൊണ്ടോ, നീ നേടിയെടുത്തതിന്, ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന്, യൗവന കാർത്തികളെ ഭക്തപ്രിയരും ആമേൻ ആമേൻ പുത്രപ്രിയരും ആമേൻ സുബോധവും ആധിപത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്വം നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ആമേൻ, നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്ന പ്രതിയോഗിയായ പിശാചിനോട് എതിർക്കുവാൻ ദൈവശക്തി നിങ്ങൾ പ്രാപിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നോക്കണമേ. ആമേൻ. ഭാര്യ ആമേൻ കർത്താവിൽ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. സകലം എവിടെ ഇരിക്കണം? വീട്ടിലിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. വീട്ടുകാര്യം നോക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1 മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ആമേൻ. ഒന്നാമത്തെ ജലപ്രളയം കഴിഞ്ഞതിന് ശേഷം, ഹല്ലേലൂയ, ദൈവം പറയുകയാണ്. എന്താ പറയുന്നത്? ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളിച്ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക. അപ്പോ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ഇവിടെ പെരുകണം, വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തെ വിളിക്കുവാനോ എന്തില്ല? സമയമില്ല. അതെ. ആമേൻ. ഈ പെറ്റ് പെരുക എന്ന് പറയുമ്പോ ഇന്നത്തെ സഹോദരിമാർക്ക് ആമേൻ മക്കളെ പ്രസവിക്കാൻ എന്തില്ല? താല്പര്യമില്ല. ഭർത്താക്കന്മാർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആമേൻ. പറയേണ്ടത് ഭാര്യമാരല്ലേ. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഗ്ലാമർ പോകുന്നു. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ. മക്കളെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആമേൻ അതെ പേരിന് വേണ്ടി ആമേൻ 30 ദിവസം കൂടെ ഇരുന്നിട്ട് ആമേൻ പ്ലെയിനിൽ കയറി പോകുന്നവരുണ്ട്. എന്നിട്ട് പിന്നെ 30 കഴിഞ്ഞ് ആമേൻ കുഞ്ഞിനെ കാണുന്നത് എതിലാണെന്നറിയാമോ? ആമേൻ മൊബൈലിലാ, നെറ്റിലാ. സമയമില്ലെന്ന് പറയാൻ പോയിട്ട് വളർത്താൻ സമയമില്ലെന്ന്. ദൈവത്തിന്റെ തിരുവഴുത്തുകളെ അറിയാതെ പോകരുത്. ദൈവശക്തിയെ അറിയാതെ പോകരുത്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ, പെൺമക്കളെ, സഹോദരിമാരെ, മാതാക്കളെ, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച അവരോട് അരുളിച്ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൽ. യോ 2 പെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാമർ പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം നിന്നിട്ട് നിത്യത നഷ്ടമാക്കല്ലേ. ആകെ 2 ഉണ്ടായിരുന്നു, അല്ല 1 ഉള്ളായിരുന്നു. അത് പഠിച്ചും പോയി. എന്തോ ചെയ്യും? ആമേൻ. 10 മക്കള് വീട്ടിലുണ്ടെങ്കിൽ ആമേൻ അമ്മയ്ക്കോ അപ്പനോ വയ്യാതിരിക്കുമ്പോ ഒരാരാധനയ്ക്കുള്ള ആള് വീട്ടിലില്ലേ? എല്ലാരും കൂടെ കൂടി അങ്ങ് ആരാധിച്ച താത്താൻ ഓണത്തില്ലേ? നാഗപ്പാടെ ഭാര്യയും ഭർത്താവും പിന്നെ 2 ഉണ്ട്. ഭർത്താവ് ഒരിടത്ത്, ഭാര്യ എടുത്ത്, 2 മക്കളും 2 എടുത്ത്. ആരാധിക്കും? ആര് പ്രാർത്ഥിക്കും? ഭാര്യ വീട്ടിൽ വരുമ്പോ ഭർത്താവില്ല, ഭർത്താവ് വീട്ടിൽ വരുമ്പോ ഭാര്യയില്ല, മക്കള് വരുമ്പോ ഇവര് 2 ഇല്ല. നിന്റെ കുടുംബം ആമേൻ തകർന്നില്ലെങ്കിൽ അതിശയമുണ്ടോ? കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ നിന്റെ കുടുംബത്തിന് ആരാധനയുണ്ടോ? സന്ധ്യപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി, ജോലി 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 എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോ നീ സമ്പാദിച്ചത്
നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോലും തികയുന്നില്ലല്ലോ. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആമേൻ. ഒന്നാമത്തെ കുടുംബത്തെ തകർത്ത് കളഞ്ഞ ദുഷ്ടപിശാച് ഇന്നും അനേക കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യമാരെ തിരുവഴുത്തറിയാതെ പോകരുത്. നിങ്ങളുടെ വീട്ടിനകത്ത് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതെ, നോഹയുടെ പുത്രന്മാരെയും അനുഗ്രഹിച്ച സമയത്ത് ദൈവം പറഞ്ഞ കാര്യമാണ്. ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ഞാൻ ചോദിക്കും. അവനവന്റെ സഹോദരനോട് ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും. സഹോദര, സഹോദരി, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നശിക്കുന്നതിന്റെ കണക്ക് നിന്നോട് ചോദിക്കുന്നു. നീ നൊന്തു പ്രസവിച്ച നിന്റെ തലമുറ നിത്യതയിൽ എത്തിയില്ലെങ്കിൽ നിന്നോട് കണക്ക് ചോദിക്കുമെന്ന്. സഹോദര, നിന്റെ കൂടെ ഈ ഭൂമിയിൽ വിവാഹമെന്ന വ്യവസ്ഥയിലൂടെ ജീവിക്കാൻ ദൈവം നൽകി തന്ന ഭാര്യ നിത്യതയിൽ എത്തിയില്ലെങ്കിൽ നിന്നോട് കണക്ക് ചോദിക്കുമെന്ന്. സഹോദരിമാരെ, നിങ്ങളുടെ കൂടെ ഈ ഭൂമിയിൽ വിവാഹമെന്ന വ്യവസ്ഥയിൽ ജീവിക്കാൻ ദൈവം നൽകി തന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർ നിത്യതയിൽ എത്തിയപ്പോ ആമേൻ, നിത്യതയിൽ അവരെ കണ്ടില്ലെങ്കിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന്. രാത്രി ആമേൻ ഓട്ടത്തിനിടയിൽ ആമേൻ തിരുവഴുത്തുകളെ ആമേൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവശക്തിയെ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ലാത്തവരാ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നതാ. ലോകത്തിൽ അനേക കുടുംബങ്ങൾ ഡിവൈഡ്സിലൂടെ തകർന്നുകൊണ്ടിരിക്കുമ്പോ, അനേക തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനാ. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളായി ജീവിക്കുന്നവർ ഹല്ലേലൂയ തിരുവഴുത്ത് അറിയാതെ പോകരുത്, ദൈവശക്തി അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകുവിൻ. ഈ പെറാനുള്ള, ഈ പ്രസവിക്കുവാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? സഹോദരിമാരെ, നിങ്ങൾക്കേ ഉള്ളൂ. നിങ്ങളെ കുറിച്ച് ദൈവം പറയുന്നത് എന്ത് ചെയ്യണം? പെരുകണം. ഹല്ലേലൂയ. നിങ്ങളിലൂടെ തലമുറകൾ ഇവിടെ വർദ്ധിച്ചു കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോ ഒക്കത്തില്ലെന്ന് പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവഴുത്ത് അറിയാതെ പോകരുത്, ദൈവശക്തി അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവഴുത്ത് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വിവാഹിതനാണോ അതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ഹല്ലേലൂയ. അതെ, നിങ്ങളെ ആത്മീയമായും ശാരീരികമായും ആമേൻ അതെ അനുഗ്രഹിക്കുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വിവാഹ
അതിനുവേണ്ടി നയിക്കുവാനും ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ സഹായിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ അനേക വ്യക്തികൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ നൽകി മാനിപ്പാൻ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. മറുവശത്ത് നിങ്ങൾ ഇതിനോടകം വിവാഹിതരാണെങ്കിൽ വിവാഹത്തിന്റെ ആമേൻ